ഭീകരാക്രമണ സാധ്യതയുണ്ട് എന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യ തലസ്ഥാനത്ത് കനത്ത ജാഗ്രത. പരിശോധനകൾ ഡൽഹി പോലീസ് കർശനമാക്കിയിരിക്കുകയാണ്. IED സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. തന്ത്രപ്രധാന മേഖലകളും തിരക്കേറിയിടങ്ങളും സുരക്ഷാ പോലീസിന്റെ നിരീക്ഷണത്തിലായി കഴിഞ്ഞു. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ, പൊടുന്നനെയുണ്ടായ ഇത്തരം ഒരു മുന്നറിയിപ്പ് അത് ഏത് കോണിൽ നിന്നാണ്? അത്തരം വിശദാംശങ്ങളുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പോലീസിൽ നിന്നും? പ്രജിൻ, ഡൽഹിയിൽ തുടർ IED സ്ഫോടനങ്ങൾക്കുള്ള തീവ്രവാദികളുടെ ഒരു ശ്രമത്തെ പറ്റിയാണ്, ഒരു പദ്ധതിയെ പറ്റിയാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ഡൽഹി പോലീസിനും മറ്റ് സുരക്ഷാ വിഭാഗങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അതീവ ജാഗ്രത രാജ്യ തലസ്ഥാനത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹി ഹരിയാന അതിർത്തിയിൽ നിന്ന് ലഖ്നൌ ATS 9 പേരടങ്ങുന്ന ഒരു ഭീകര സംഘത്തെ പിടികൂടിയിരുന്നു. അവർ നേരിട്ട് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ സംഘടനയായിട്ടുള്ള ISIക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവർ ഹരിയാനയിലും ഡൽഹിയിലും പ്രധാനപ്പെട്ട സൈനിക ക്യാമ്പുകളും അതുപോലെ ക്ഷേത്രങ്ങളും തന്ത്രപ്രധാന മേഖലകളും ലക്ഷ്യം വെച്ചിരുന്നു. അവരെ ചോദ്യം ചെയ്യുന്ന അടിസ്ഥാനത്തിലാണ് ഈ ഒരു വിവരം രഹസ്യാന്വേഷണ ഏജൻസികൾ ലഭിച്ചതും പിന്നീട് ആ വിവരം പോലീസിനും മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികളും അതുപോലെ സുരക്ഷാ ഏജൻസികൾക്കും എല്ലാം തന്നെ കൈമാറിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു. തന്ത്രപ്രധാന മേഖലകളും അതുപോലെ തന്നെ കൂടുതൽ തിരക്കുള്ള ഇടങ്ങളും ഇപ്പോൾ വലിയ സുരക്ഷാ വലയത്തിലാണ്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.